എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വ്ളോഗുമായിട്ടാണ്. നമ്മൾ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും സ്വീഡനിലെ മാൽമോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഷിഫ്റ്റായിട്ട് ലുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മാറി. മാൽമോയിൽ നിന്നും ഏകദേശം ഒരു 20 കിലോമീറ്റർ ദൂരം ഉണ്ട് ലുണ്ടിലേക്ക്. കുറച്ച് സൈലൻ്റ് ആയിട്ടുള്ള നല്ലൊരു കാമായിട്ടുള്ള സ്ഥലമാണ് ലുണ്ട്. അപ്പം നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ഈ ഷിഫ്റ്റിങ് നടക്കുന്നത് ചൊവ്വാഴ്ചയാണ്. അപ്പോൾ നമ്മൾ മൂവ് ഫോർ യു എന്ന് പറഞ്ഞിട്ട് ഒരു പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സിനെയാണ് ഷിഫ്റ്റിങ്ങിനായിട്ട് നമ്മൾ ഏൽപ്പിച്ചത്. അപ്പോൾ അവർ വന്നിട്ട് നമ്മളുടെ സാധനങ്ങളെല്ലാം വളരെ സേഫായിട്ട് നന്നായിട്ട് പാക്ക് ചെയ്തിട്ട് അതിൻ്റെ അടുത്ത ദിവസമാണ് ഷിഫ്റ്റ് ആക്കിയത്. വളരെ അത്യാവശ്യമുള്ള നമുക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഒരു 10 കാർട്ടൂൺ മേടിച്ചിട്ട് നേരത്തെ തന്നെ പാക്ക് ചെയ്തു. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവിടെ തന്നെ വെച്ചു. ഇവർ വളരെ സേഫായിട്ട് കിച്ചൺ ഐറ്റംസും അതുപോലെ തന്നെ ബാക്കിയെല്ലാം നന്നായിട്ട് തന്നെ ഇത് പാക്ക് ചെയ്തു. ഏകദേശം ഒരു 100ഓളം കാർട്ടൂൺസ് ഉണ്ടായിരുന്നു പാക്ക് ചെയ്ത് വന്നപ്പോൾ. അപ്പോൾ നമ്മൾ കളയാനുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കളഞ്ഞിട്ട് ആണ് പോകുന്നത്. അപ്പോൾ പാക്കിംഗ് എന്ന് പറയുന്നത് ഒരു ദിവസത്തെ ജോലിയായിരുന്നു. അപ്പോൾ 8 മണി മുതൽ 3 മണി വരെ എടുത്തു ഒരു പാക്ക് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഫർണിച്ചറൊക്കെ മിക്കതും അഴിക്കേണ്ടി വന്നില്ല. വലിയ കട്ടിലും അതുപോലെ തന്നെ ഡൈനിങ് ടേബിളൊന്നും അഴിക്കേണ്ടി വന്നില്ല. അപ്പോൾ അങ്ങനെ തന്നെ അവർ മൂവ് ചെയ്ത് തന്നു. അതുകൊണ്ട് നമ്മളത് അൺപാക്ക് ചെയ്തപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പം ഈ ഒരാഴ്ച നിറയെ മഴയായിരുന്നു. അപ്പം ചാറി ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പം നമ്മളിപ്പോൾ ഈ വീട്ടിൽ ഏറ്റവും മിസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു വ്യൂ ആണ്. ഈ ഒരു വ്യൂ ശരിക്കും മിസ് ചെയ്യും. നമ്മളിവിടെ 3 വർഷമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം നല്ലൊരു അറ്റാച്ച്മെൻ്റ് ആയിരുന്നു ഈ വീടിനോട്. പോകാൻ നേരം കുറച്ച് വിഷമമൊക്കെ ഉണ്ട് ഈ സ്ഥലത്തുനിന്ന്. അപ്പോൾ അവർ അത്യാവശ്യം നന്നായിട്ട് തന്നെ എല്ലാം പാക്ക് ചെയ്തു. വളരെ സൂക്ഷിച്ചാണ് എല്ലാം പാക്ക് ചെയ്തത്. അപ്പോൾ ഇതുപോലെ ഇത്രയും കാർട്ടൂൺസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇവിടെ നിരത്തി വെച്ചു. അതുപോലെ തന്നെ നമ്മുടെ കുറച്ചൊക്കെ സാധനങ്ങൾ ഇതുപോലെ സ്റ്റോറേജ് ബോക്സുകളിലായിരുന്നു. അപ്പോൾ അത് വളരെ ഈസി ആയിരുന്നു നമുക്കത് ഷിഫ്റ്റ് ചെയ്യാൻ നേരത്ത്. അപ്പോൾ അതെല്ലാം പാക്ക് ചെയ്തിട്ട് ബുധനാഴ്ചയാണ് നമ്മൾ ഷിഫ്റ്റിങ് ചെയ്തത്. അപ്പോൾ നമ്മൾ മാൽമോയിൽ നിന്ന് ലുണ്ടിലേക്ക് പോകുന്നതുകൊണ്ട് കുട്ടികളുടെ പ്രീ സ്കൂളും എല്ലാം ഷിഫ്റ്റ് ആക്കണമായിരുന്നു. അപ്പോൾ അവർക്ക് ലുണ്ട് ഞങ്ങളുടെ വീടിന് അടുത്തുള്ള തന്നെ പ്രീ സ്കൂൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ മൂത്ത ആൾ ഈ വർഷം തൊട്ട് സ്കൂളിൽ പോവും. അപ്പം ആ സ്കൂളും വളരെ അടുത്ത് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ടാളെയും ഇനി ഒരാഴ്ച നമ്മൾ അവരുടെ കൂടെ സ്കൂളിൽ പോയി 1 മണിക്കൂർ വീതം സ്പെൻഡ് ചെയ്ത് അങ്ങനെയാണ് അവരുടെ ഇൻഡക്ഷൻ പ്രോഗ്രാം. അത് കഴിഞ്ഞാണ് അവർ കണ്ടിന്യൂസ് ആയിട്ട് സ്കൂളിൽ പോയി തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഇവരുടെ സ്കൂളിൽ ഇവരുടെ ലാസ്റ്റ് ഡേയിൽ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ഫ്രണ്ട്സ് ഒരുപാട് ഗിഫ്റ്റ്സൊക്കെ ഇവർക്ക് കൊടുത്തു. അതുപോലെ 2 പേരുടെയും സ്കൂളിൽ അപ്പോൾ 2 പേരും അവരുടെ സ്കൂളിലെ ഫ്രണ്ട്സിനെ എല്ലാം ഒരുപാട് മിസ് ചെയ്യും. അതുപോലെ തന്നെ ടീച്ചേഴ്സിനെയും. ഇപ്പോൾ നമ്മൾ മുത്തിൻ്റെ സ്കൂളിലാണ്. മുത്തിൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു ഈ സ്കൂളിൽ. അപ്പോൾ മുത്തിൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് ഗിഫ്റ്റൊക്കെ കൊടുത്തു. അതായത് പടമൊക്കെ വരച്ച് ഓരോ ക്രാഫ്റ്റൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ടീച്ചേഴ്സ് എപ്പോഴും മാറിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് സ്ഥിരമായിട്ട് അങ്ങനെ 1-2 ടീച്ചേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും പുതിയ ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് അറ്റാച്ച്മെൻ്റ് ഉള്ള ടീച്ചേഴ്സ് അല്ല ഇവിടെ. എങ്കിലും അവൾക്ക് ഇഷ്ടമുള്ള 2-3 ടീച്ചേഴ്സുണ്ട്. അപ്പോൾ ഇത് ചൊവ്വാഴ്ചയാണ് നമ്മൾ പാക്കിംഗ് എല്ലാം നടത്തിയത്. പിന്നെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ട് നമ്മൾ വീട്ടിൽ പോവാണ്. അപ്പോൾ പാല് വെച്ച് കഴിഞ്ഞ് അന്ന് നമ്മളവിടെ സ്റ്റേ ചെയ്തു. അതുപോലെ തന്നെ അതുകൊണ്ട് നമ്മളവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. നല്ല മഴയാണ്. ഇപ്പോൾ നമ്മളിനി പൊന്നിൻ്റെ സ്കൂളിലേക്ക് പോവാണ്. അപ്പോൾ ഈ സ്കൂൾ ഒരുപാട് വീഡിയോസിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് നമ്മുടെ വ്ളോഗ്സിൽ. അപ്പോൾ പൊന്നുമാണ് ഏറ്റവും കൂടുതൽ സ്കൂളുമായിട്ട് അറ്റാച്ച്ഡ്. അപ്പം ഫ്രണ്ട്സ് ആയാലും അതുപോലെ തന്നെ ടീച്ചേഴ്സ് ആയാലും ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ്. മുത്തിടയ്ക്ക് മടിയൊക്കെ പിടിച്ച് വീട്ടിലിരിക്കാറുണ്ട്. അപ്പോൾ അവൾക്ക് എപ്പോഴും ടീച്ചേഴ്സ് ഇങ്ങനെ മാറുന്ന കാരണം പുതിയ ആൾക്കാരുമായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് മിങ്കിളാകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഇടയ്ക്ക് അവൾക്ക് സ്കൂളിൽ പോകാനായിട്ട് മടി വരാറുണ്ട്. അപ്പം വീട്ടിലിരിക്കാറുണ്ട്. പക്ഷെ പൊന്ന് എപ്പോഴും സ്കൂളിൽ പോകുന്നതാണ് ഇഷ്ടം. അപ്പോൾ ശനി ഞായറും സ്കൂളിൽ പോയാലും അവൾക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെയാണ്.
ലാസ്റ്റ് ഡേ പ്രമാണിച്ച് പൊന്നിൻ്റെ സ്കൂളിൽ നിന്നും ഒരുപാട് ടീച്ചേഴ്സും അതുപോലെ തന്നെ കുട്ടികളും ഒരുപാട് ഗിഫ്റ്റ്സൊക്കെ കൊടുത്തു. അവിടെ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യും. ഓരോ ബീഡ്സ് വെച്ചിട്ട് ബ്രേസ്ലെറ്റ്, അതുപോലെ തന്നെ മാല, വള അങ്ങനെയൊക്കെ ഇടും. ഇത് പൊന്നിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള 2 ടീച്ചേഴ്സാണ്. 3 പേരുണ്ട് ആക്ച്വലി. ഒരാൾ അന്ന് നേരത്തെ പോയി. അപ്പോൾ ഇവരാണ് പൊന്നുവിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ടീച്ചേഴ്സ്. അപ്പോൾ ഇവരെയൊക്കെ ഒരുപാട് അവൾ മിസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഉള്ള ലാസ്റ്റ് വ്ളോഗാണിത്. അപ്പോൾ ഇനി നമ്മൾ പുതിയ വീട്ടിലായിരിക്കും. പുതിയ വീട്ടിൽ എല്ലാം സെറ്റിലായതിനു ശേഷം വിശദമായിട്ടുള്ള ഹോം ടൂർ നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു പാലുകാച്ച് ചെറുതായിട്ട് നമ്മൾ പുതിയ വീട്ടിൽ നടത്തി. അപ്പോൾ തിങ്കളാഴ്ച രാവിലെ 11:30ക്കാണ് നമ്മൾ കീ കിട്ടിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊരു പാലുകാച്ചൽ പോലെ നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു. കാരണം ഈ കൊറോണ സമയമായതുകൊണ്ട് ഒരുപാട് ആരെയും വിളിച്ചില്ല. അപ്പോൾ കീയൊക്കെ വാങ്ങിയതിന് ശേഷം നമുക്ക് ഇതുപോലെയുള്ള ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അവർ. ചോക്ലേറ്റ്സും അതുപോലെ തന്നെ ക്യാൻഡി, പിന്നെ ടീ ബാഗ്, കോഫി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടൊരു ഗുഡി ബാഗ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലീൻ ചെയ്യാനുള്ള കുറച്ച് സ്റ്റഫ്സും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹാൻഡ് വാഷ് അങ്ങനെയുള്ള ഐറ്റംസും ഡിഷ് വാഷർ, സോപ്പും എല്ലാം കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് പാല് കാച്ചാൻ പോവാണ്. പാലൊക്കെ കാച്ചിയിട്ട് നമ്മൾ അന്ന് അവിടെയാണ് സ്റ്റേ ചെയ്തത്. അത് കഴിഞ്ഞിട്ടുള്ള ദിവസം തൊട്ട് നമ്മൾ അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ അൺപാക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കിച്ചണൊക്കെ ഒരുമാതിരി സെറ്റായിട്ട് കുക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ
ഫർണിച്ചറൊന്നും വലുതായിട്ട് അവർ അഴിച്ചിട്ടല്ല കൊണ്ടുവന്നത്, അതേപടി ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അൺപാക്ക് ചെയ്തിട്ട് എല്ലാം ഒന്ന് സെറ്റായതിന് ശേഷം വിശദമായ ഒരു ഹോം ടൂർ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്